വലിയ ആത്മവിശ്വാസം ഇന്ത്യൻ സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 25 മിനിറ്റിലാണ് 24 മിസൈലുകളിൽ നിന്നായി 9 പാക് ഭീകര കേന്ദ്രങ്ങൾ കത്തിച്ചാമ്പലാക്കിയ ഇന്ത്യൻ വിജയഗാഥയുണ്ടായത്. അതാണ് ഓപ്പറേഷൻ സിന്ദൂർ. എണ്ണി മറുപടി പറയുന്നത് എങ്ങനെ? ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിനെ ചൂണ്ടിക്കാട്ടി നമുക്കിനി ഉത്തരം പറയാം. കൊള്ളേണ്ടിടത്ത് കൊണ്ട കിറുകൃത്യമായ മറുപടി. ഇന്ത്യൻ മണ്ണിൽ നിന്ന് 150 കിലോമീറ്റർ അപ്പുറം പാക് പഞ്ചാബിലെ ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം. ഇതേസമയം വെറും 30 കിലോമീറ്ററിനപ്പുറം ലഹോറിനടുത്ത് ലഷ്കർ ഇ തൈബയുടെ ഭീകര കേന്ദ്രം. ഇങ്ങനെ അടുത്തും അകലെയുമുള്ള എണ്ണം പറഞ്ഞ 9 ലക്ഷ്യകേന്ദ്രങ്ങൾ തകർന്നടിഞ്ഞു. കൂട്ടത്തിൽ ഇല്ലാതായത് മുംബൈ ഭീകരാക്രമണത്തിൽ നേരിട്ടുമല്ലാതെയും പങ്കെടുത്ത കൊടും ഭീകരൻ അജ്മൽ കസം, ഡേവിഡ് കോൾമാൻ ഹെഡ്ലി തുടങ്ങിയവർ പരിശീലനം നേടിയ കേന്ദ്രങ്ങളും. പഹൽഗാമിന് മാത്രമല്ല, രാജ്യത്തിന് മുറിവേൽപ്പിച്ച ഒരു ഭീകരതയ്ക്കും മാപ്പില്ലെന്ന മുന്നറിയിപ്പ്. പാക് ജനതയോട് ധൈര്യമായി ഉറങ്ങിക്കോളൂവെന്ന പാക് സേനയുടെ വീരവാദത്തിന് മിനിറ്റുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളിതാ തയ്യാറെന്ന് ഇന്ത്യൻ സേന പറഞ്ഞിട്ടും പാക് സേനയ്ക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. തകർന്നത് ഭീകര കേന്ദ്രങ്ങളെങ്കിലും മുഖത്തടിയേറ്റ് നിൽക്കുന്നത് ഭീകരരുടെ സംരക്ഷകരായ പാക് പട്ടാളമാണ്. ന്യൂസ് ഡെസ്ക് 24.